നമസ്തേ. നാട്ടുവരമ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിൽ സമൃദ്ധിയും സൗന്ദര്യവും നിറയ്ക്കുന്ന സൂര്യകാന്തി കൃഷി നമ്മുടെ നാട്ടിലും വ്യാപകമാകുകയാണ്. നെയ്യാറ്റിൻകര കുളത്തൂരിലെ കാർഷിക കൂട്ടായ്മയാണ് 2 ഏക്കറോളം വരുന്ന തരിശുഭൂമിയിൽ വിജയകരമായി സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. ഗ്രാമം എന്ന് പറയുന്നത് മുൻകാലങ്ങളിലെല്ലാം കർഷകരുള്ള നാടാണ്, അത് കൃഷിയെ സ്നേഹിക്കുന്ന നാടാണ്. അപ്പോൾ ആ തലമുറയുടെ ഭാഗം നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് നമ്മൾ ഊരമ്പള കാർഷിക കൂട്ടായ്മയുടെ ലക്ഷ്യം. ഏറ്റവും പ്രധാനം യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് വേറൊരു വ്യത്യസ്തമായ കൃഷി രീതിയിലോട്ട് ഞങ്ങളെ കൊണ്ടുവരാൻ പ്രാപ്തമാക്കിയത്. എൻ്റെ 2 ഭാഗത്ത് നിൽക്കുന്നവരാണ് ദുക്കാൻ പിടിച്ചിട്ടുള്ള 2 കർഷകർ, സിജോ, വിനോദ്. അപ്പോൾ ഇവർ 2 പേരുമാണ് നമ്മൾ ഇതിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ 17 വർഷം ആർമിയിൽ സർവീസ് ചെയ്തിട്ട് 2023 ജനുവരിയിൽ റിട്ടയർഡ് ആവുകയും ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരനായ സിജു ആണ് എന്നോട് ഈ കാര്യം അവതരിപ്പിച്ചതും പിന്നെ ഞങ്ങളിത് ചെയ്യാമെന്നുള്ളൊരു കാര്യം ഏറ്റെടുക്കുകയും അങ്ങനെ ഞങ്ങളിത് ആദ്യം ജമന്തി ചെയ്തു, അത് വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൂര്യകാന്തി ചെയ്തു, അതും വിജയിച്ച് വൻ വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യകാന്തി ഞങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഇവിടുത്തെ കൃഷി അസിസ്റ്റൻ്റായ നമ്മൾ സുനിൽ ചേട്ടനുമായിട്ട് ഞങ്ങൾ 4-5 പേര് തെങ്കാശിയിലേക്ക് പോയി. തെങ്കാശിയിലെ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോയി അവിടുത്തെ കൃഷി രീതികളെക്കുറിച്ച് അവിടുത്തെ കർഷകരുമായിട്ട് ഞങ്ങളൊന്ന് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മനസ്സിലായ കാര്യം, അവരവിടെ വിത്ത് വിതയ്ക്കലാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങളിവിടെ സാധാരണ നിലത്ത് കൃഷി ഒരുക്കുന്നത് പോലെ നിലത്ത് വിത്ത് വിതയ്ക്കുകയും 8 ദിവസത്തിലൊരിക്കൽ വെള്ളം നനയ്ക്കുകയും വെള്ളം കെട്ടി നിർത്തുകയും ചെയ്യുന്ന കൃഷി രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ തരിശായി കിടന്ന ഭൂമിയാണ്, അല്ലെങ്കിൽ ഒരു മലമ്പ്രദേശം പോലെ കയറ്റിറക്ക ഭൂമിയാണ്. അപ്പോൾ ആ ഒരു ഭൂമിയെ നിലമാക്കുക എന്നത് ഒരിക്കലും പ്രാവർത്തികമല്ല. എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് നമ്മളെ കൃഷി ഓഫീസറുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരുടെ ഒരു പ്രചോദനം എന്തായാലും നമുക്ക് ചെയ്യാം. കാരണം ഇത്രയും ഒരു വൈഡായിട്ടുള്ള ഏരിയ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം കൃഷി എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടത്തിലോട്ട് പോകാൻ പറ്റും. തരിശായി കിടന്ന ഒരു ഭൂമിയാണ് ഊരമ്പള കാർഷിക കൂട്ടായ്മ ഏറ്റെടുക്കുകയും അതിനെ ഇത്ര മനോഹരമാക്കി മാറ്റുവാനും നമുക്ക് സാധിച്ചത്. അപ്പോൾ അതിനെ ഫലഭൂഷ്ടമാക്കി എടുക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ കപ്പ മരിച്ചിനിയാണ് ആദ്യം നട്ടത്. അപ്പോൾ അതിൽ നിന്നും ഒരു അത്യാവശ്യം വിളവൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ ഒഴിവാക്കി അടുത്ത JCB ഒക്കെ ഉപയോഗിച്ചാണ് മണ്ണിനെല്ലാം നമ്മൾ റെഡിയാക്കി ഈ പാത്തിയെല്ലാം വെച്ച് അതിനെ കൂടുതൽ ജൈവവളങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയാണ് കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ ജമന്തി പരീക്ഷിച്ചത്. അതിനുശേഷമാണ് അടുത്ത് സൂര്യകാന്തിയിലോട്ട് വന്നത്. അപ്പോൾ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കൃഷി ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളിവിടെ കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത് ആദ്യം മണ്ണെല്ലാം കിളച്ചതിന് ശേഷം കുമ്മായമിട്ട് 15 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് മണ്ണിനെ ഈ കാണുന്ന വരമ്പ് കോരി അതിനകത്ത് ജൈവവളം നിറച്ചിട്ടാണ് കൃഷി രീതി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ജൈവവളമായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചിലകളും ചാണകവും കോഴിവളമാണ്. ഇത് 3ഉം കൂടെ ഈ പാത്തിനകത്ത് നിറച്ചിട്ട് മണ്ണ് വീണ്ടും ഇട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പുകളെല്ലാം വലിക്കുകയാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. ഞങ്ങൾ വിത്ത് നഴ്സറിയിൽ മുളപ്പിച്ച് 8 ദിവസം പ്രായമായ 4 ഇല ചെടികളാണ് ഇവിടെ നട്ടുവരുന്നത്. ഈ തൈകൾ നടുന്നത് 1 അടി അകലത്തിലും ഈ പണകൾ തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് 2 അടിയുമാണ്. ഓക്കെ, നമ്മൾ സാധാരണ തെങ്കാശിയിലെല്ലാം കാണുന്നത് നിലത്തിലാണ്. അപ്പോൾ നിലത്തിലാകുമ്പോൾ അവർ ഓരോ ചെടികൾ തമ്മിലുള്ള അകലം 1/2 അടി അല്ലെങ്കിൽ 1 അടി ഗ്യാപ്പിലാണ് എല്ലാ ചെടികളും പരസ്പരം നിൽക്കുന്നത്. നമ്മളിവിടെ ഇതിനു മുന്നേ ചെയ്തിരുന്നത് പച്ചക്കറി കൃഷികളാണ്. അപ്പോൾ വെണ്ട, പാവൽ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ സൗകര്യം. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അകലം വരുന്നത്. കുറച്ചുകൂടെ വ്യാപകമായിട്ട് നമുക്ക് തൈകൾ വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പണകളുടെ അകലം നമ്മൾ കുറച്ച് കൂടുതലിട്ടിരിക്കുന്നത് മറ്റ് കൃഷികൾ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് എന്തുകൊണ്ടും ജൈവവളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ഓരോ ഘട്ടത്തിലും ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നീട് കൊടുക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്.
നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷനാണ്. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന ഈ സൺഫ്ലവർ നിൽക്കണമെങ്കിൽ തന്നെ സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ചൂട് വരുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരു ഫെയിലിയറായിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം വെള്ളത്തിൻ്റെ നനവ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓസ് ഉപയോഗിച്ച് വൈകുന്നേരങ്ങളിൽ വീണ്ടും നനയ്ക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് മൾച്ചിങ് ഷീറ്റ് കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം മൾച്ചിങ് ഷീറ്റ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം മൾച്ചിങ്ങിനെ ഒഴിവാക്കിയതെന്ന് പറയുന്നത് അതിന് രണ്ടാമത് നമുക്ക് കളയുക എന്നത് പ്രയാസമാണ്. അതിന് നിർവീര്യമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ മൾച്ചിങ് വേണ്ട എന്നുള്ള രീതിയിൽ വന്നത്. പക്ഷേ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നപ്പോൾ ഉറപ്പായും നമുക്ക് മൾച്ചിങ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. കാരണം വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മൾച്ചിങ് ഇട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ ഒരു കൃഷിയുടെ പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മൾച്ചിങ്ങിൻ്റെ ഒരു കുറവാണ്. അപ്പോൾ അടുത്ത കൃഷി അവലംബിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഫാമിനെ നമ്മൾ മൾച്ചിങ്ങിലോട്ട് കൊണ്ടുവന്ന് കൂടുതൽ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 8 ദിവസം പ്രായമായ തൈകളാണ് ഞങ്ങളിവിടെ നിലത്ത് പാകിയത്. അപ്പോൾ അതിനുശേഷം നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായ വളങ്ങളാണ് ആദ്യഘട്ടങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് എന്ന് പറയുന്നത് 55 ദിവസങ്ങളിലാണ് അത് ഫ്ലവറായി വരുന്നത്. പിന്നീട് പൊട്ടാസ്യം കൂടിയ വളങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 55ാമത്തെ ദിവസം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് പൊട്ടാസ്യം വളങ്ങളാണ്. അപ്പോൾ അതിൻ്റെ NPKയുടെ സ്പ്രേ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവസാനം ഒരു 40-45 ദിവസങ്ങളിലാണ് നമ്മൾ ആ ഒരു സ്പ്രേ കൂടെ കൊടുത്തുകൊണ്ട് പൂക്കളെ വളരെ മനോഹരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൃഷിഭവൻ തലത്തിൽ നമുക്ക് ഇവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, ടെക്നിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. കാരണം ഈ മനോഹരമായ പാടം ഇങ്ങനെ ഒരുക്കി വരണമെങ്കിൽ നല്ല രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാതെ നമുക്കത് സാധ്യമല്ല. കാരണം ഇത്തരത്തിലുള്ള വളവും ഇതിൻ്റെ പരിപാലനവും എല്ലാം തന്നെ നല്ല അതിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് സപ്പോർട്ടായി കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ തന്നെ സ്കീം പ്രകാരം നമ്മൾ പദ്ധതി 32,000 രൂപയാണ് നമ്മൾ 2 ഹെക്ടറിനോളം വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും അതേ എമൗണ്ട് തന്നെ നമ്മൾ വാർഷിക പദ്ധതിയിലും വെച്ചിട്ടുണ്ടായിരുന്നു, പൂപ്പലി എന്ന പേരിൽ. അങ്ങനെയുള്ള പല പല സ്കീമുകളാണ് നമ്മൾ ഇതിനകത്ത് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പേര് ഇവിടെ സൂര്യകാന്തി കാണാൻ വരുന്നുണ്ട്. അടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ സൂര്യകാന്തി ഇപ്പോൾ വേറെ ഒരിടവും ഇല്ല. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. 1000-ൽ പരം ആൾക്കാർ തന്നെ ഒരു ദിവസം ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറുന്നുണ്ട് കാണാൻ. തമിഴ്നാട്ടിലെ തെങ്കാശിയും സുന്ദരപാണ്ഡിപുരവുമൊക്കെ സൂര്യകാന്തി കൃഷിക്ക് പറ്റിയ വിളനിലങ്ങളാണ്. തൊട്ടടുത്തുള്ള നമ്മുടെ മണ്ണും കാലാവസ്ഥയുമൊക്കെ സൂര്യകാന്തി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാമെന്ന് നെയ്യാറ്റിൻകര ഊരംവിളയിലെ കാർഷിക കൂട്ടായ്മ തെളിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വാഴക്കൃഷി പെരുമകേറ്റ ഒരു സ്ഥലമാണ് നമ്മുടെ കുളത്തൂർ പഞ്ചായത്ത്. അതുപോലെ തന്നെ പച്ചക്കറി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നമ്മൾ 6ഓളം പച്ചക്കറി ക്ലസ്റ്ററുകൾക്കാണ് നമ്മളിവിടെ ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കർഷകരാണ് ഈ മേഖലയിലുള്ളത്. കൂടാതെ തന്നെ ജൈവകൃഷിയും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കർഷകർ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ്. അത്തരത്തിലുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ കുളത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മനോഹരമായ പൂക്കൾ നമുക്ക് ഈ പുറയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ മുന്നിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ നേരിടുകയുണ്ടായി. നമ്മൾ വിത്തിട്ട സമയത്ത് തന്നെ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഇതെല്ലാം തന്നെ ഫെയിലിയറായിരുന്നു. ഫെയിലിയറായെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബണ്ട് ഫോർമുലേറ്റ് ചെയ്ത് വിത്തിട്ട സമയത്ത് മഴയും അങ്ങനെ വന്ന് ഏതാണ്ട് 10,000-ഓളം വിത്താണ് നമ്മൾ ആ സമയത്ത് ഇതിന് പാകിയത്. പക്ഷേ ആ 10,000-ഓളം വിത്തിൽ ആകെക്കൂടെ 10-100 വിത്തല്ലാതെ വേറെ ഒന്നും തന്നെ കിളിച്ചു വന്നില്ല. അങ്ങനെ അത് കംപ്ലീറ്റ് ഫെയിലിയറായി. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ട്രെയിൽ കിളിച്ചു വന്ന സമയത്തും അത് വിട്ടിൽ കട്ട് ചെയ്ത് അതും നശിക്കുകയുണ്ടായി. അപ്പോൾ 19,000-20,000-ഓളം വിത്ത് തന്നെ നശിക്കുകയുണ്ടായി. അങ്ങനെ തേർഡ് സ്റ്റെപ്പാണ് നമ്മളിത് പിന്നെ അതിൻ്റെ കൺട്രോൾഡ് കണ്ടീഷനിൽ പോളി ഹൗസിലാണ് നമ്മളിത് ഉയർത്തിക്കൊണ്ട് വന്ന്, അതായത് വിത്തിട്ട് പാകി ട്രെയിൽ പാകി അവിടെ നിന്ന് കിളിപ്പിച്ച് പിന്നെയാണ് ഇത് മെയിൻ ഫീൽഡിലോട്ട് പറിച്ച് നട്ടിരിക്കുന്നത്.
ഇവിടെ തികച്ചും നമുക്കറിയാം കൃഷിയൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ്, ഒരു മലമ്പ്രദേശമായിട്ട് കിടന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളത്തിനായി ആശ്രയിക്കുന്ന ബോർവെല്ലാണ്. അപ്പോൾ ബോർവെല്ലിലെ ജലം ഞങ്ങളൊരു ആർട്ടിഫിഷ്യലി ഒരു പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മത്സ്യങ്ങളെ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. മീനിന് അവിടെ നിന്ന് തന്നെ ശുദ്ധജലത്തിൽ വളരാനും പറ്റും. ആ വേസ്റ്റ് വെള്ളമാണ് നമ്മൾ ശരിക്കും, അത് മീനിൻ്റെ വിസർജ്യവും ആ വിസർജ്യമാണ് നമുക്ക് ഇവിടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യം നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ നടക്കുന്നത് കൊണ്ട് മീനിൻ്റെ വളർച്ചയും ലഭിക്കുന്നു, ശുദ്ധമായ മത്സ്യം നമുക്ക് കഴിക്കുവാനും പറ്റുന്നു. നമ്മുടെ വിപണിയിലൂടെ ഗിഫ്റ്റ് തിലാപ്പിയയുടെ വിപണനവും നമുക്കിതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിയെ പല രീതിയിലൂടെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എപ്പോഴും വിജയത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും കൃഷി എപ്പോഴും നഷ്ടത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇത് 55 ദിവസം എടുത്ത് നമുക്ക് തൈ നട്ടതിന് ശേഷം പൂവാകാൻ 55 ദിവസം എടുത്ത് പിന്നെ ഈ പണ പിടിച്ചാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു വരി നട്ട് അടുത്ത ആഴ്ചയാണ് അടുത്ത വരി നട്ടത്. അപ്പം നമുക്ക് ഒരു പൂ പൂത്ത 7 ദിവസം ഫുള്ള് പൂത്ത് കഴിഞ്ഞാൽ 7 ദിവസം ഒരു പൂ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പൂ വാടിപ്പോവും. അപ്പോൾ ഒരു വരി പൂത്ത് വാടുമ്പോൾ അടുത്ത വരി പൂക്കും. ആ ഒരു കണക്കിനാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സുന്ദരപാണ്ഡിപുരത്ത് കഴിഞ്ഞ വർഷം തന്നെ പോയി കാണുകയുണ്ടായി. അപ്പോൾ അവിടെ പോയി കണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് നമ്മൾ പശവരിപ്പുള്ള മണ്ണാണ്. അലുവിയൽ സോയിൽ പോലത്തെ ഒരു മണ്ണാണ്, ആ ഘടനയാണ് അവിടെ കാണുന്നത്. നല്ല പശവരിപ്പാണ്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം വറ്റിപ്പോകത്തില്ല, അവിടെ തന്നെ നിലനിൽക്കുക. പക്ഷേ ഇവിടുത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ലേറ്ററേറ്റ് സോയിൽ ആയത് കാരണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പെട്ടെന്ന് വറ്റിപ്പോകും. ഇത്രയും കഠിനമായ ചൂട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കിത് ചെയ്തു വരുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം ഡ്രിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഡ്രിപ്പിന് ഏതാണ്ട് നല്ല എമൗണ്ട് 1 ലക്ഷത്തോളം രൂപ ഡ്രിപ്പിന് മാത്രം, ഈ 2 ഏക്കർ സ്ഥലത്ത് മാത്രം ഡ്രിപ്പിന് വേണ്ടിയിട്ട് മാത്രം മുതൽ മുടക്കുകയുണ്ടായി. നല്ല രീതിയിൽ അടിവളവും മറ്റു കാര്യങ്ങളും ചെയ്ത് മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമായിരുന്നു. നമ്മൾ 4 പ്രാവശ്യം നട്ടപ്പോഴും ഭയങ്കര മഴയായിരുന്നത് കൊണ്ട് നമുക്ക് അതൊന്നും മുളപ്പിച്ചെടുക്കാനോ ഒന്നും സാധിച്ചില്ല. ഇതിപ്പോൾ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമാണ് കൃഷി ചെയ്യുന്നത്. അവർ വയലിലാണ് കൃഷി ചെയ്യുന്നത്, നമ്മൾ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ഇത് കരയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്ക് അതിൻ്റെ റിസ്ക് ഉണ്ട്. വെള്ളമാണ് ഇതിന് ആവശ്യം. നമ്മൾ വിത്ത് നടുമ്പോഴത്തേക്ക് ഇത് മണ്ണ് ഡ്രൈ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് പൊടിച്ചതിന് ശേഷം പിന്നെ മാക്സിമം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. കുളത്തൂർ കൃഷിഭവൻ്റെ നല്ല സഹകരണമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പിന്തുണ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വളപ്രയോഗങ്ങളെല്ലാം അവരാണ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അതനുസരിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. മറ്റൊരു ബുദ്ധിമുട്ട് നമുക്കിവിടെ ആദ്യ കാലത്ത് പ്രതിസന്ധിയായിട്ട് വന്നത് കീടബാധയാണ്. കീടബാധ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഇതിൽ കാണാമെന്നുള്ള ഈ ഇലകളെല്ലാം ഒരു അഭംഗിയായിട്ട് തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ അതെല്ലാം തന്നെ കീടനാശിനി എല്ലാം അടിച്ച് കൺട്രോൾഡ് ആക്കിയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള കീടങ്ങളും ബാധിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ കൃത്യസമയത്ത് മോണിറ്റർ ചെയ്യുകയും അതെല്ലാം തന്നെ നല്ല രീതിയിൽ നോക്കുകയും പരിപാലിക്കുകയും കൊണ്ടുപോവുകയാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. മൊത്തം 90 ദിവസമാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ 45 ദിവസങ്ങളിൽ ഇതിനകത്ത് വരുന്ന സീഡൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ സീഡിനെ എടുത്തുകൊണ്ട് 2 രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒന്ന് നമ്മൾ കിളികൾക്കുള്ള തീറ്റയ്ക്ക് പോവും, ഒന്ന് നമുക്ക് തന്നെ ന്യൂട്രീഷനായിട്ടുള്ള ഫുഡായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. മൂന്നാമതാണ് നമ്മൾ ഈ ഓയിൽ കണ്ടൻറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഓയിൽ എടുക്കുന്നതെന്നുള്ള നമുക്ക് ഫെസിലിറ്റി ഇവിടെ കുറവാണ്. എന്തായാലും 45 ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് സീഡ് എടുക്കുക എന്നതാണ് നമ്മൾ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വിപണിയിലോട്ട് പോകുന്നത്. ഇത് തരിശായിരുന്നു, വെറുതെ കിടന്ന സ്ഥലം അവർ കുറച്ച് കർഷകരുടെ മാത്രം സംരംഭമാണ്. അവരിതിനെ ഇതുപോലെ സൂര്യകാന്തി പാടമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു സംരംഭമാണിത്. കാണാനും ഉണ്ട്, വന്ന് കണ്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ അവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കും. കാണുന്ന നമുക്കും തോന്നും ഇതൊക്കെ ചെയ്താലെന്ത്. കഴിവുള്ളവരും താല്പര്യമുള്ളവരും ഇതുപോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ നാടിൻ്റെ കൃഷി രംഗം വളരെ നന്നായി വരും. ഊരമ്പള കാർഷിക കൂട്ടായ്മ ഫോം ചെയ്തിരിക്കുന്നത് തന്നെ യുവജനങ്ങളാണ്. അതായത് മറ്റുള്ളവർക്കൊരു മാതൃകയാവുക എന്നത് ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷിയുടെ വ്യാപകമാക്കുക എന്നതാണ് ശ്രമം. ഇതിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് നമ്മൾ 2 ഏക്കർ സ്ഥലത്ത് ഈ ഒരു പുഷ്പകൃഷി എല്ലാവരും ശ്രദ്ധ വരുന്നത്. നമ്മളിപ്പോൾ സാധാ രീതിയിലുള്ള ഒരു കൃഷിയിലോട്ട് വരുമ്പോൾ നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ യുവജനങ്ങൾ കൃഷിയിലോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വ്യത്യസ്തമായ കൃഷി രീതി ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സ്കൂൾ തലത്തിൽ ചെറിയ ചെറിയ വിത്തുകൾ ടീച്ചേഴ്സ് ഇവർക്ക് കൊടുത്ത്
അവരെ ഗവൺമെൻറ് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുത്തിട്ട് അവരെ വീടുകളിൽ ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ കുറേശ്ശെ നല്ല കൃഷികൾ ചെയ്ത് നമ്മളെ നാടിനെ നമ്മൾ തന്നെ മാതൃകയുള്ളവരാക്കി മറ്റുള്ളവർ കാണുമ്പം ഒരു അതിശയകരമാക്കി മാറ്റണമെന്നാണ് ഈ തലമുറയോട് എനിക്ക് പറയേണ്ടത്. ജമന്തി കൃഷിയുടെ വിജയത്തോടെയാണ് ഊരംവിളയിലെ കാർഷിക കൂട്ടായ്മ സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഫാം ടൂറിസം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ കാർഷിക പദ്ധതി നെയ്യാറ്റിൻകരയിലെ മറ്റു ഗ്രാമങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനം. ഊരംവിള എന്ന കൊച്ചു ഗ്രാമത്തിലെ ഞങ്ങൾ 7 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ഊരംവിള കാർഷിക കൂട്ടായ്മ. അപ്പോൾ ഞങ്ങളെല്ലാവരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒഴിവു സമയം അഡ്ജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ കൃഷി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1-2 പേർക്ക് ഈ ഒരു പാടത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാളിന് ഡ്യൂട്ടിയുള്ള ദിവസം അടുത്ത ഒരാളിന് ഇവിടെ നിൽക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു റൊട്ടേഷൻ അനുസരിച്ചാണ് ഞങ്ങളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫെയിലുവറുകളൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ എന്തായാലും വ്യത്യസ്തമായ ഒരു കൃഷി രീതിയാണ് നമ്മൾ എപ്പോഴും അവലംബിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മില്ലറ്റിനെ കുറിച്ചാണ് ഇവിടെ പ്രാധാന്യം അടുത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മില്ലറ്റ് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതിൻ്റെ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് ഞങ്ങളിവിടെ ഈ അതിർ വരമ്പുകളിലൂടെ സ്വീറ്റ് കോൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുറകുവശത്തായി പോപ്കോൺ ചെയ്തിരിക്കുന്നു. അങ്ങനെ മില്ലറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യുവതലമുറയെ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ക്രമീകരിക്കുക എന്നതിൻ്റെ ബോധവൽക്കരണം കൂടി കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ മില്ലറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃഷി രീതിയെ മുന്നോട്ട് കൊണ്ടുപോവുക, അതുപോലെ സൂര്യകാന്തിയിലൂടെ ഫാം ടൂറിസം ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ പല മേഖലകളിലും കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത് പല പല ആശയങ്ങളാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് ഈ ചോളത്തിൽ നിന്ന് വിളവെടുത്താണ് നമ്മുടെ സ്റ്റാളുകളിൽ തന്നെ ഈ സ്വീറ്റ് കോണിനെ പുഴുങ്ങി വരുന്ന അതിഥികൾക്ക് അല്ലെങ്കിൽ വരുന്ന വിസിറ്റേഴ്സിന് കൊടുക്കാൻ സാധിച്ചു. കാർഷിക കൂട്ടായ്മയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് മില്ലറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൃഷിയിൽ ഏറ്റവും അധികം പ്രശ്നം വരുന്നത് ലേബറാണ്. അപ്പോൾ ലേബറിനെ കുറച്ചുകൊണ്ട് നൂതന ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലേബറിനെ കുറയ്ക്കുകയും അതോടൊപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് നമ്മുടെ ഈ ഒരു ഊരംവിള കാർഷിക കൂട്ടായ്മയിലൂടെ ഊന്നം വയ്ക്കുന്നത്. ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായി കേരളത്തിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധ കൃഷിരീതികൾ മനോഹരമായ രീതിയിൽ അവലംബിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും മാതൃകയായിട്ടുള്ള ഉദാഹരണമാണിത്. ഫാം ടൂറിസം പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നിരവധി ആളുകൾക്ക് ഒരു വരുമാന മാർഗമുണ്ടാകും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ നമ്മുടെ കടകളിലൂടെ നമ്മളെ ഔട്ട്ലെറ്റുകളിലൂടെ കൊടുക്കുകയും അതോടൊപ്പം തന്നെ സ്വീറ്റ് കോണിൻ്റെയും പോപ്കോണിൻ്റെയും ഒരു വിപണിയായിട്ട് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് രീതി കൂടെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു ഊരംവിളയുടെ അല്ലെങ്കിൽ നമ്മുടെ കുളത്തൂർ പഞ്ചായത്തിൻ്റെ സമഗ്രമായ ഒരു വികസനമാണ് ഊരംവിള കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലെ പല സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു പാഠ്യപദ്ധതിയിൽ തന്നെ ഫാം ടൂറിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ വളരെ സുന്ദരമായ കേരളത്തിൻ്റെ തെക്കേ അറ്റം അതോടെ പൂവാറിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് നമുക്കറിയാം പൂവാറിൻ്റെ ബോട്ടിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് വരുന്നതാണ് ചെങ്കൽ ക്ഷേത്രമുണ്ട്, വളാത്താങ്കര പള്ളിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് നമുക്കൊരു 1 ഡേ ടൂറൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ എത്രത്തോളം വിദേശികളെയും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെയും നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ആകർഷിക്കുക എന്നത് നമ്മുടെ കൂടെ ആവശ്യമാണ്. നമ്മുടെ ഊരംവിള എന്ന ഒരു പ്രദേശം ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ പുറം ലോകത്തേക്ക് അറിയിക്കുകയാണ്. അതോടൊപ്പം കൃഷിയെ വ്യാപകമായി ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങൾ കൂടുതൽ ആലോചിക്കുന്നുണ്ട്. എല്ലാ യുവാക്കളെയും ഈ ഒരു കൃഷി രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഉന്നം വയ്ക്കുന്നത്. എൻ്റെ സഹപ്രവർത്തനം കൂടിയാണ് ഇതിൻ്റെ നടുന്തൂണായ സിജു. അദ്ദേഹം ഈ നല്ലൊരു രീതിയിലൊരു യുവ കർഷകനും കൂടിയാണ്. പല രീതിയിലുള്ള കൃഷികളും കഴിഞ്ഞ വർഷം ഓണത്തിന് ജമന്തി പൂ കൃഷി നടത്തിയിരുന്നു. അതിൽ വൻ വിജയമായിരുന്നു. ഈ സിജു MS എന്ന് പറയുന്ന കണ്ടക്ടറും കൂടിയാണ്. ഈ കണ്ടക്ടർ ജീവൻ്റെ ഇടയിൽ തന്നെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഈ കൃഷിയും കൂടി ചെയ്യുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്.
കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ പഞ്ചായത്ത് തലത്തിലും ഓരോ സ്ഥലത്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഈ സൂര്യകാന്തി പൂവ് മാത്രമല്ല, വിവിധതരം ഈ വിഷങ്ങൾ ഇടാത്ത പച്ചക്കറികൾ ഇന്നത് നമുക്ക് കിട്ടാൻ പാടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കൃഷികൾ, പച്ചക്കറികൾ വരെ ഉണ്ടാക്കണം. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ പയ്യന്മാരായാലും പെൺപിള്ളേരായിരുന്നാലും നമ്മളെ നാട് വിട്ട് അയൽ രാജ്യങ്ങളിൽ ജോലി തേടി പോകുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ഥലം തന്നെ പൊന്നു വിളയിക്കാൻ പറ്റും. നമുക്ക് വേറൊരു കാര്യം ഇതിനകത്ത് കൂടിച്ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കൃഷി മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ തന്നെ കൃഷിയും, അതായത് കർഷകർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻകവും ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സാധ്യതകൾ കണ്ടെത്തുന്ന ഭാഗത്താണ് ഫാം ടൂറിസം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വരികയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. മരങ്ങളും എല്ലാം വെട്ടി മാറ്റി കഴിയുമ്പോൾ നമുക്ക് നല്ല വായുവോ ഒന്നും കിട്ടാതെ വരും, നല്ല പച്ചക്കറികൾ കിട്ടാതെ വരും. അപ്പോൾ നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ കുഞ്ഞുങ്ങളെ ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ നടുന്നവരുടെ വീട്ടിൽ ആദ്യം മാതൃക കാണിക്കണം. അതാണ് ദേശത്ത് വരേണ്ടത്. അപ്പോൾ എന്തായാലും നല്ലൊരു തുടക്കമാവട്ടെ, എല്ലാ വീടുകളിലും ഇങ്ങനൊരു സംരംഭം തുടരട്ടെ എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. തരിശായി കിടക്കുന്ന കൂടുതലിടങ്ങൾ പുഷ്പകൃഷിക്കായി പ്രയോജനപ്പെടുത്തുകയും ഒപ്പം കർഷകർക്ക് വിപണി കണ്ടെത്തി നൽകുകയും കൂടി ചെയ്താൽ അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.